പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൻ പുറത്ത് വെച്ചാണ് സിദ്ധാർത്ഥിന് ആദ്യം മർദ്ദനമേറ്റത്. പിന്നീട് ഹോസ്റ്റൽ മുറിയിലും ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചു. സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റ സ്ഥലത്ത് നിന്നും സാജിദ് അജ്മലിന്റെ റിപ്പോർട്ട്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിനകത്തെ ഈ കുന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥിന് ആദ്യം മർദ്ദനമേൽക്കുന്നത്. 2024 ഫെബ്രുവരി 16 രാത്രി 9 മണിക്കാണ് ഇങ്ങോട്ട് സിദ്ധാർത്ഥിനെ ആദ്യം എത്തിക്കുന്നത്. നാട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ ഫോണിൽ വിളിച്ചു വരുത്തുകയും ഹോസ്റ്റലിൽ വെച്ച് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് ആകാശ്, അൽത്താഫ്, ഡാനിഷ് തുടങ്ങിയ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ കാശിനാഥൻ എന്ന വിദ്യാർത്ഥി നിൽപ്പുണ്ടായിരുന്നു. ഈ കാശിനാഥനാണ് ആദ്യം മർദ്ദിക്കുന്നത്. പിന്നീട് ബാക്കി രാഹൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി ഇവിടെ നിന്ന് മർദ്ദിക്കുന്നു. പിന്നീട് നേരെ ഹോസ്റ്റലിലേക്കാണ് ഈ വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥിനെ കൊണ്ടുപോകുന്നത്. ഈ കുന്നിൽ നിന്നാൽ തന്നെ ഈ ഹോസ്റ്റൽ കാണാം. വെറ്ററിനറി സർവകലാശാലയിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലാണിത്. ഈ കുന്നിൻപുറത്തെ മർദ്ദനത്തിന് ശേഷം നേരെ കൊണ്ടുപോകുന്നത് ഈ മുറിയിലേക്കാണ്. 21 മുറിയിലാണ് മുഹമ്മദ് ഇഹ്സാൻ എന്ന SFIയുടെ യൂണിറ്റ് സെക്രട്ടറി താമസിക്കുന്ന മുറി. ഈ മുറിയിൽ വെച്ചാണ് പിന്നീട് ഈ കൊടിയ പീഡനം നടക്കുന്നത്. ബെൽറ്റ് കൊണ്ടും വയറുകൊണ്ടും ഉൾപ്പെടെ മർദ്ദിക്കുന്നു. അതിനുശേഷം ഈ ഹോസ്റ്റലിന് നടുമുറ്റത്തേക്ക് ഈ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിനിയെ ഇറക്കുന്നു. അപ്പോൾ രാത്രി ഏതാണ്ട് 1:30 മണിയാണ്. ഈ സമയത്ത് ആ ഹോസ്റ്റലിലുണ്ടായിരുന്ന മറ്റ് മുറികളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വിളിച്ച് ഇങ്ങോട്ട് വരാനും ഇത് കൊടിയ പാതകം ചെയ്ത വ്യക്തിയാണ് എന്നും ഇവനെ മർദ്ദിക്കണം എന്നും ആക്രോശിക്കുകയും അങ്ങനെ ഈ ജൂനിയർ വിദ്യാർത്ഥികളെ കൊണ്ടുപോലും ഈ സിദ്ധാർത്ഥിനെ തല്ലുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ രീതിയിൽ കൊടിയ മർദ്ദനം വരുന്നു. പിന്നീട് വരുന്നത് ഒരു PhD വിദ്യാർത്ഥിയാണ്. ഈ PhD വിദ്യാർത്ഥിയാണ് ഈ പ്രതിപ്പട്ടികയിലെ 28 വയസ്സുള്ള ആൾ. ഈ ആൾ വന്നതിന് ശേഷം ഈ സിദ്ധാർത്ഥിനെ ആദ്യം മുഖത്തേക്ക് അടിക്കുന്നു. അതിനുശേഷം പിന്നീട് വിദ്യാർത്ഥികളോട് പിരിഞ്ഞു പോകാൻ പറയുന്നു. അങ്ങനെ പിന്നീട് ഈ സിദ്ധാർത്ഥിന്റെ മുറിയിലേക്ക് ഈ സിദ്ധാർത്ഥിനെ ആക്കുന്നു. അപ്പോഴെല്ലാം തന്നെ വളരെ അവശ നിലയിലായിരുന്നു. പിന്നീട് ഈ വിദ്യാർത്ഥിക്ക് സിദ്ധാർത്ഥിന് സഹപാഠികൾ ഭക്ഷണം കൊണ്ടുവന്ന് നൽകുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥ് കഴിക്കുന്നില്ല. പിന്നീട് ഇത്രയും അവശ നിലയിലായ സിദ്ധാർത്ഥ് സ്വയം അങ്ങനെ ആത്മഹത്യ ചെയ്യുമോ അതോ കൊന്നതാണോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് ഈ കുന്നിൻ പുറവും അതുപോലെ തന്നെ ഹോസ്റ്റലുമാണ് ഈ വിദ്യാർത്ഥിക്ക് മർദ്ദനം, കൊടിയ പീഡനം ഏറ്റത്. ഒരുപക്ഷെ ഈ വിചാരണ നടത്തി ഈ ക്യാമ്പസുകളിൽ കൊലപാതകം നടത്തുക എന്നതെല്ലാം തന്നെ അപൂർവമായിരിക്കും. അങ്ങനെ അത്യപൂർവമായ ഒരു സംഭവത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ ഹോസ്റ്റൽ മുറിയിൽ വെച്ചും ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചും അതുപോലെ തന്നെ ഈ കുന്നിൽ വെച്ചുമാണ് കൊടിയ പീഡനം നടന്നത്. എല്ലാം 16 രാത്രിയിലാണ് ഈ പീഡനങ്ങൾ തുടങ്ങുന്നതും അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്നതും.